അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. കണ്ണേറിനെ സംബന്ധിച്ച് അടുത്ത ചോദ്യം, കണ്ണേറിനെ സംബന്ധിച്ച് വന്നിട്ടുള്ള മറ്റുള്ള ഹദീസുകൾ ഏതൊക്കെയാണ് എന്നതാണ്. കണ്ണേറിനെ സംബന്ധിച്ച് പലജാതി ഹദീസുകൾ വന്നിട്ടുണ്ട്. അതിൽ ചിലത് മിക്കവാറും ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ വളീഫായ ഹദീസുകളാണ്. അതിൽപ്പെട്ടതാണ് അക്സറുമൻ യമൂത്തു മിൻ ഉമ്മത്തി അൽ ഐനു. എൻ്റെ സമുദായത്തിൽ നിന്നും ബഹുഭൂരിപക്ഷ ആളുകൾ മരണപ്പെടുന്നത് കണ്ണേറ് കൊണ്ടാണ് എന്നൊരു ഹദീസുണ്ട്. അത് അബൂദാവൂദ് ഉദ്ധരിച്ചതാണ്. ഈ ഹദീസ് ഗരീബാണ് എന്നാണ്, ഇതിൻ്റെ പരമ്പര ഗരീബാണ് എന്നാണ് ഇമാം ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി പറയുന്നത്. ഗരീബായ ഹദീസ് എന്ന് പറഞ്ഞാൽ അത് മൗളൂഅ, നിർമ്മിത. ഈ ഹദീസിനെ സംബന്ധിച്ച് ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി പറയാം, വലാ നഅലമു യുർവി ഹാദൽ ഹദീസു. ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് നാം അറിയുന്നില്ല. അനിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, നബിയിൽ നിന്ന്, ഇല്ലാ ബിഹാദൽ ഇസ്നാദി, ഈ പരമ്പരയിലൂടെ മാത്രം, അതായത് ഒരു പരമ്പരയിൽ കൂടെ മാത്രം, ഒരു കൂട്ടർ മാത്രം പറഞ്ഞൊരു ഹദീസ്, എല്ലാവരും ഉദ്ധരിക്കേണ്ട ഒരു ഹദീസ്, ഒരാളിൽ നിന്ന് മാത്രം ഉദ്ധരിച്ച ഹദീസിനാണ് ഗരീബ് എന്ന് പറയാം. അത് ഇസ്ലാമിൽ പ്രമാണമല്ല. ഗരീബായ ഹദീസ് മിക്കവാറും അത് നിർമ്മിതങ്ങളായിരിക്കും എന്നാണ് ഹദീസ് നിദാനശാസ്ത്ര പണ്ഡിതന്മാരൊക്കെ പ്രഖ്യാപിച്ചിട്ടുള്ളത്. അപ്പോൾ എൻ്റെ സമുദായത്തിൽ നിന്നും ബഹുഭൂരിപക്ഷം ആളുകൾ മരിക്കുന്നതും കണ്ണേറ് കൊണ്ടാണ് എന്ന് പറയപ്പെടുന്ന ഹദീസ് അത് ഗരീബാണ്, അത് സ്വഹീഹല്ല എന്നാണ് നമുക്ക് ഇമാം ഇബ്നു കസീർ തൻ്റെ തഫ്സീർ 4-ാം വാല്യം 411-ാം പേജിൽ ഉദ്ധരിച്ചിട്ടുള്ളത്. മറ്റൊരു ഹദീസ് സുലുസു മാഫിൽ ഖുബൂരി മിനൽ ഐനി, ഇമാം ബസാർ ഉദ്ധരിച്ച ഹദീസാണ്. ഖബറുകളിൽ കിടക്കുന്ന 1/3 ആളുകൾ അവർ കണ്ണേറ് ബാധിച്ച് മരണപ്പെട്ടു പോയവരാണ്. ഈ ഹദീസിനെ സംബന്ധിച്ച് ഇമാം ഇബ്നു ബാസ് പറയുന്നത്, വ അമ്മൽ ഹദീസുല്ലദി ലുക്കിർത്തുഹു, എന്നാൽ ഈ പറയപ്പെട്ട ഹദീസ് ഫലാ നഅലമു സിഹ്ഹത്തുഹു, ഇത് സഹിയാണെന്ന് നമുക്കറിയില്ല. അപ്പോൾ സഹിയാണെന്ന് പണ്ഡിതന്മാർക്ക് സംശയമുള്ളൊരു ഹദീസാണ്. അതായത് ഖബറിൽ കിടക്കുന്ന 1/3 വരുന്ന ആളുകളും കണ്ണേറ് കൊണ്ടാണ് മരണപ്പെട്ടതെന്ന് പറയപ്പെടുന്ന ഹദീസ്, ബസാർ ഉദ്ധരിച്ച ഹദീസ് സഹിയാണോ എന്ന് പണ്ഡിതന്മാർ സംശയിക്കുന്ന ഹദീസാണ്. ഇത് ഇമാം ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി തൻ്റെ ഫതാവൽ ലജ്നത്തി ദായിമ അതിൻ്റെ 1-ാം വാല്യം 184-ാം പേജിൽ ഉദ്ധരിച്ചിട്ടുണ്ട് ഈ ഹദീസ്. ഇനി ചില വെബ്സൈറ്റുകളും കണ്ണേറിനെ സംബന്ധിച്ച് പറയുന്നുണ്ട്. ഇപ്പോൾ ബയാനുൽ ഇസ്ലാം വെബ്സൈറ്റ്, അതിൽ പറയുന്നത് അന്നഹ തുഖാലിഫുൽ ഇൽമ, കണ്ണേറ് തട്ടുമെന്ന വിശ്വാസം വിജ്ഞാനത്തിന് വിരുദ്ധമാണ്. ഒമാഹുവ ഇല്ല ഖുറാഫത്തുൻ, അത് ഖുറാഫത്ത്, കെട്ടുകഥയല്ലാതെ മറ്റൊന്നുമല്ല. കണ്ണേറ് ബാധിക്കും എന്നത് വെറും കെട്ടുകഥ മാത്രമാണ് എന്നാണ് ബയാനുൽ ഇസ്ലാം വെബ്സൈറ്റിൽ പറയുന്നത്. ലിഅന്നഹു, കാരണം ലാ യുംകിനു അൻ യുസീബ ശഖ്സൻ ആഖറ, ഒരു വ്യക്തിക്ക് മറ്റൊരു വ്യക്തിക്ക് സംഭവിപ്പിക്കാൻ സാധ്യമാവില്ല ബിഗൈരി ഇത്തിസാലും മുലാമസത്തിൻ, ആ വ്യക്തിയുമായി ബന്ധപ്പെടാതെയും സ്പർശിക്കാതെയും ഒരാൾക്ക് ഒരു ഉപദ്രവം, കണ്ണേറ് കൊണ്ട് ഒരാൾക്ക് ഉപദ്രവം വരുത്താൻ ഒരാൾക്കും കഴിയില്ല. അത് വിജ്ഞാനത്തിനെതിരാണ്, ഖുറാഫാത്താണ് എന്നാണ് ബയാനുൽ ഇസ്ലാം വെബ്സൈറ്റിൽ പറയുന്നത്. അപ്പോൾ ഒരാൾക്ക് മറ്റൊരാൾക്ക് ദ്രോഹം ചെയ്യണമെങ്കിൽ ആ വ്യക്തിയുമായി ബന്ധപ്പെടുകയോ സ്പർശിക്കുകയോ അല്ലെങ്കിൽ ആ
വ്യക്തിയുമായി ബന്ധപ്പെടുകയോ ചെയ്യേണ്ടതുണ്ട് എന്നാണ് ബയാൻ ഇസ്ലാം പറയുന്നത്. അതുപോലെ അയിനു ഹക്കുൻ എന്ന കണ്ണാറല്ല, കണ്ണാറാണെന്ന് ഖുർആനെതിരാണ് എന്നാണ് ആലുക്ക വെബ്സൈറ്റിലും പറയുന്നത്. ഒമാ അസാബമിൻ മുസൈബത്തിനില്ല ബിഇദ്നില്ല, ഒരു നാശവും ഒരാൾക്കും സംഭവിക്കുന്നില്ല അള്ളാഹുവിൻ്റെ അനുവാദപ്രകാരമല്ലാതെ. ഒമാ അസാബക്ക മിൻ സയ്യിഅത്തിൻ ഫമിൻ നഫ്സിക, നിനക്ക് സംഭവിക്കുന്ന ദോഷങ്ങളൊക്കെ നിന്നിൽ നിന്ന് തന്നെയാണ് ഉണ്ടാകുന്നത്. ഇതാണ് ഈ ആയത്തിനെതിരാണ് കണ്ണേറ് തട്ടും എന്ന ഹദീസ് എന്നാണ് ആലുക്ക വെബ്സൈറ്റിൽ പറയുന്നത്. ഇനി ഇബ്നുൽ ഖയ്യിം പറയാണ്, അൽ ഹസദു അസ്ലു ഇസാബത്തിൽ അയിനി, കണ്ണുകൊണ്ട് നാശം സംഭവിക്കും എന്നതിൻ്റെ അടിത്തറ എന്താണ്? കണ്ണേറല്ല, അസൂയയാണ് എന്നാണ് ഇബ്നുൽ ഖയ്യിം പറയുന്നത്. ഇത് അത്തിബുൻ നബവി എന്ന ഗ്രന്ഥം പരിശോധിച്ചാൽ കാണാൻ കഴിയും. ഇബ്നു ബാസ് പറയാണ്, അഹാദീസു നബവിയത്തി ഫലാ യഖഉ ളററുൽ ഐനി. ഇബ്നു ബാസ് പറയാണ്, പ്രവാചകനിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുന്ന ഹദീസുകൾ ഫലാ യഖഉ ളററുൽ ഐനി, കണ്ണേറ് സംഭവിക്കുക ഇല്ല എന്ന് തന്നെയാണ്. വലാ ഗൈറുഹു മിനൽ ഖൈരി വശർരി, കണ്ണാറല്ലാത്ത നന്മയും തിന്മയും സംഭവിക്കുന്നില്ല. ഇല്ലാ ബി ഖദറില്ലാഹി തആല, അള്ളാഹുവിൻ്റെ കണക്കനുസരിച്ച് മാത്രമേ. കണ്ണേറ് കൊണ്ടൊന്നും സംഭവിക്കൂല. അള്ളാഹുവിൻ്റെ കണക്ക്, മുൻകൂട്ടി നിശ്ചയിച്ച കണക്കനുസരിച്ച് മാത്രമേ ഒരാളുടെ ജീവിതത്തിൽ ഖൈറും ഷെറും വരികയുള്ളൂ എന്നാണ് ഫത്താവൽ ലജനത്ത് ദായിമ അൽ ബഖറ 109 വചനത്തിൻ്റെ തഫ്സീറിൽ ഇമാം ഇബ്നു ബാസ് പറയുന്നത്. ഇനി സാലിഹ് ഇബ്നു ഫൗസാനെ കണ്ണേറിന് വേണ്ടി ചില ആളുകൾ പലതും കെട്ടിത്തൂക്കാറുണ്ട്. അതിനെ സംബന്ധിച്ച് സാലിഹ് ഇബ്നു ഫൗസാൻ പറയാണ്, ഒ ബഅദുന്നാസി, സാലിഹ് ഇബ്നു ഫൗസാൻ എന്ന് പറയുന്നത് ഈ ജിന്ന് വിഭാഗം, ബിസ്സം വിഭാഗത്തിൻ്റെ നേതാവാണ്. അദ്ദേഹം പറയാണ്, ഒ ബഅദുന്നാസി യുഅല്ലിഖു ഹാദിഹിൽ അശ്യാ, ചില ആളുകൾ കണ്ണേറ് തട്ടാതിരിക്കാൻ വേണ്ടി ഈ വസ്തുക്കളൊക്കെ ബന്ധിക്കാറുണ്ട്. അലാ നഫ്സി, തൻ്റെ ശരീരത്തിൽ ചില ആൾക്കാർ കണ്ണേറ് തട്ടാതിരിക്കാൻ വേണ്ടി ശരീരത്തിൽ ചില കാര്യങ്ങൾ ബന്ധിക്കാറുണ്ട്. വഹുവ ലൈസ ഫീഹി ഹുവ ലൈസ ഫീഹി മറളുൻ ഹിസ്സിയുൻ, അത് പഞ്ചേന്ദ്രിയങ്ങൾ ഉണ്ടാകുന്ന രോഗമല്ല. വൈന്നമാ ഫീഹി മറളുൻ വഹ്മിയുൻ, എന്നാൽ അതൊരു ഊഹാപരമായ രോഗമാണ്. അതായത് കണ്ണേറ് തട്ടാതിരിക്കാൻ വേണ്ടി ശരീരത്തിൽ വല്ലതും ബന്ധിക്കുക എന്നത് പഞ്ചേന്ദ്രിയങ്ങൾക്കുള്ള രോഗമല്ല, അത് ഊഹാപരമായ ചില രോഗങ്ങളാണ്. വഹുവൽ ഖൗഫു മിനൽ ഐനി വൽ ഹസദി, അത് കണ്ണേറിന് ഭയപ്പെടലും അസൂയയെ ഭയപ്പെട്ടുകൊണ്ടൊക്കെ ശരീരത്തിൽ കെട്ടിത്തൂക്കലാണ്. അത് അല്ല ചെയ്യാറത്തി, ചില ആളുകൾ തൻ്റെ വാഹനത്തിൽ വല്ലതും കെട്ടിത്തൂക്കാറുണ്ട്. ഔ ദാബത്തിഹി, അല്ലെങ്കിൽ തൻ്റെ മൃഗത്തിൻ്റെ മേലെ. ഔ ബാബ ബൈത്തിഹി, അല്ലെങ്കിൽ വീടിൻ്റെ വാതിൽക്കൽ പലതും കെട്ടിത്തൂക്കാറുണ്ട്. ആ ദുഃഖാനിഹി, അല്ലെങ്കിൽ പീടികയുടെ വാതിൽക്കൽ വല്ലതും കെട്ടിത്തൂക്കാറുണ്ട്. വഹാദ കുല്ലഹു മിൻ ളുഅഫിൽ അഖീദത്തി, ഈ കെട്ടിത്തൂക്കലുകളൊക്കെ കണ്ണേറ് തട്ടാതിരിക്കാനും അസൂയ കണ്ണ് പറ്റാതിരിക്കാനും ഈ കെട്ടിത്തൂക്കലുകളൊക്കെ എന്താണ്? മിൻ ളുഅഫിൽ അഖീദത്തി, വിശ്വാസപരമായ ദൗർബല്യമാണ്. ഔ ളുഅഫി തവക്കുലിഹി, അല്ലെങ്കിൽ അള്ളാഹുവിൽ തവക്കുൽ ചെയ്യുന്നതിൻ്റെ പോരായ്മയിൽപ്പെട്ടതാണ്. അള്ളാഹുവിൻ്റെ മേൽ തവക്കുൽ ചെയ്യുന്നതിൻ്റെ പോരായ്മയാണ്. വഹുവൽ മറളുൽ ഹഖീഖി, അതാണ് യഥാർത്ഥമായ രോഗം. അല്ലദീ യജിബുൽ ഇലാജുഹു, അത് ചികിത്സിക്കൽ നിർബന്ധമാണ്. വമഅരിഫത്തു തൗഹീദി വൽ അഖീദത്തി, യഥാർത്ഥമായ തൗഹീദും വിശ്വാസവും അവനെ പഠിപ്പിക്കുക എന്ന ചികിത്സയാണ് അതിന് ചെയ്യാറുള്ളത്. അപ്പോൾ കണ്ണേറ് കൊണ്ട് കെട്ടിത്തൂക്കുന്ന ആളുകൾക്കുള്ള ചികിത്സ എന്താണ്? തൗഹീദ് പഠിപ്പിക്കലാണ് എന്നാണ് ഈ
ആര് സാലിഹ് ഇബ്നു ഫൗസാൻ പറയുന്നത്. ഇനി മാഷാ അല്ലാ തബാറക്കല്ലാ എന്ന് എഴുതി വെക്കുന്ന ആളുകൾ, അവരെ സംബന്ധിച്ച് ആരാ പറയുന്നത്? സുലൈമാൻ മുഹമ്മദുൽ അസ്കർ, അത് ആൾ പിന്നെ ഒരു പ്രവർത്തകനാണ്. ആര്? വിശ്വത്തിൻ്റെ ഒരു പ്രവർത്തകൻ തന്നെയാണ്. സുലൈമാൻ മുഹമ്മദുൽ അസ്കർ എന്ന് പറയുന്ന ആളുകൾ എഴുതി വെച്ചാണ് കിതാബത്തു മാഷാ അല്ലാഹു തബാറക്കല്ലാ. അദ്ദേഹം പറയാണ് കിതാബത്തു മാഷാ അല്ലാഹു തബാറക്കല്ലാ, മാഷാ അല്ലാഹു തബാറക്കല്ലാ എന്ന് കണ്ണാറ് തട്ടാതിരിക്കാൻ വേണ്ടി എഴുതി വെക്കലും, ഔ റസ്മു സൈഫിൻ അല്ലെങ്കിൽ വാളിൻ്റെ ചിത്രം വരഞ്ഞു വെക്കലും, ഔ സിക്കീന് അല്ലെങ്കിൽ കത്തിയുടെ ചിത്രം വരഞ്ഞു വെക്കലും, ഔ റസ്മി ഐനിൻ അല്ലെങ്കിൽ കണ്ണിൻ്റെ ചിത്രം വരഞ്ഞു വെക്കലും, ഔ വളഇൽ ഖുർആനി ഫി സയ്യാറത്തി അല്ലെങ്കിൽ കണ്ണാറ് തട്ടാതിരിക്കാൻ വേണ്ടി വാഹനത്തിൽ ഖുർആൻ എഴുതി വെക്കലും. ഫൈന കുല്ല ആദിഹിൽ ഉമൂരി, ഈ പറയപ്പെടുന്ന കാര്യങ്ങളെല്ലാം തന്നെ ലാ യദ്ഫഉ ബിഹൽ ഐൻ, അതായത് അസൂയക്കണ്ണ് തടയാൻ ഒരിക്കലും അത് സമ്പൂർണ്ണമല്ല. അതുകൊണ്ടൊന്നും അസൂയക്കണ്ണ് തടയുന്നതല്ല. ബൽ തകൂനു മിന തമായിമിൽ മുഹറമത്തി, ഈ പറയപ്പെടുന്ന അതായത് പിന്നെ കിതാബത്ത് മാഷാ അല്ലാഹ് എന്ന് എഴുതി വെക്കലും, കത്തിയുടെയോ അല്ലെങ്കിൽ വാളിൻ്റെയോ ചിത്രം, കണ്ണിൻ്റെയോ ഒക്കെ ചിത്രം വരഞ്ഞു വെക്കലും, അല്ലെങ്കിൽ ഖുർആൻ വാഹനത്തിൽ കണ്ണാറ് തട്ടാതിരിക്കാൻ വേണ്ടി വെക്കലും, ഇതൊക്കെ പിന്നെ ഇതുകൊണ്ടൊന്നും കണ്ണേറോ അസൂയക്കണ്ണോ തടയുന്നതല്ല. ബൽ തകൂനു മിന തമായിമിൻ മുഹറമത്തി, ഇതൊക്കെ ഹറാമാക്കപ്പെട്ട തമായിമുകൾ, ഉറുക്കുകളിൽ പെട്ടതാണ് എന്നതാണ് സുലൈമാനുൽ അസ്കർ തഫ്സീറുൽ അശറുൽ അഖീരി മിനൽ ഖുർആനിൽ കരീം അതിൻ്റെ 114 പേജിൽ അദ്ദേഹം രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളത്. അപ്പോൾ കണ്ണേറ് തട്ടാതിരിക്കാൻ വേണ്ടി, അസൂയക്കണ്ണ് തട്ടാതിരിക്കാൻ വേണ്ടി വാഹനത്തിലും മറ്റും ഖുർആൻ എഴുതി വെക്കലും, അതുപോലെ മറ്റ് വീടിൻ്റെ മുകളിൽ മാഷാ അല്ലാഹ് തബാറക്ക എഴുതി വെച്ചിട്ട് കത്തിയുടെയോ അല്ലെങ്കിൽ വാളിൻ്റെയോ അല്ലെങ്കിൽ കണ്ണിൻ്റെയോ ചിത്രം വരഞ്ഞു വെക്കലൊക്കെ കണ്ണേറ് തട്ടാതിരിക്കാൻ വേണ്ടി ഈ ജാതി പണിയൊക്കെ ചെയ്യൽ ഹറാമായ തമായിമിൻ മുഹറമത്തി, ഏലസുകളിൽപ്പെട്ടതാണ്, അതായത് ഉറുക്കുകളിൽപ്പെട്ടതാണ് എന്നതാണ്. അത് ഹറാമാണ് ഇങ്ങനെ എഴുതി വെക്കൽ. യഥാർത്ഥത്തിൽ പിന്നെ ഈ മാഷാ അല്ലാഹു തബാറക്കല്ലാ എന്ന് അങ്ങനെ ഒരു ഹദീസ് പോലും ഇല്ല. അത് മാഷാ അല്ലാഹു ഖാൻ ഒമാലം ലം യക്കുൻ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ, അത് ദീർഘമായൊരു ഹദീസിൻ്റെ ഒരു മുറിയാണ് മാഷാ അല്ലാഹ് എന്നുള്ളത്. തബാറക്കല്ലാ എന്നാണ് ഖുർആനിലെ ഒരായത്തിൻ്റെ മുറി. തബാറക്കല്ലാഹു റബ്ബുൽ ആലമീൻ, സർവ്വലോക രക്ഷിതാവായ അള്ളാഹു ഏറ്റവും പരമപരിശുദ്ധനാണ് എന്ന അർത്ഥത്തിൽ വരുന്ന അതിൻ്റെ ഒരു മുറി. അപ്പോൾ ഖുർആനും ഹദീസും മുറിച്ച് ഒരു പുതിയ നിയമമുണ്ടാക്കാൻ ആർക്കും അധികാരമില്ല എന്നതിൻ്റെ പുറത്ത് അസ്കർ പറഞ്ഞതിൻ്റെ പുറത്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് സഹോദരികളെ ഖുർആനിലേക്ക് സുന്നത്തിലേക്ക് തിരിച്ചു വരിക. കണ്ണേറ് എന്ന് ഒരു സംഗതിയില്ല, അത് വെറും അന്ധവിശ്വാസമാണ്. മറ്റുള്ള സമുദായങ്ങളിൽ നിന്ന് നമുക്ക് കിട്ടിയ ഒരു അന്ധവിശ്വാസമാണ് എന്ന് മനസ്സിലാക്കി അതിൽ നിന്നും നമ്മൾ പിന്മാറിയിട്ട് യഥാർത്ഥ തൗഹീദ് ഉൾക്കൊള്ളണം എന്നാണ് എല്ലാവരോടും പറയാനുള്ളത്. വാഹിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.